നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? അതിന്റെ ഓരോ അപ്ഡേറ്റ്സ് കാണുമ്പോഴത്തേക്ക് ഇവൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വൻ സ്കെയിലാണല്ലോ. തീർച്ചയായിട്ടും ഡിസംബർ 25 25 അല്ലേ റിലീസ്. തീർച്ചയായിട്ടും അത് മറ്റൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിൽ. തീർച്ചയായിട്ടും ഉണ്ണിമൂന്നിൻ്റെ കരിയറിലെ എനിക്ക് അടുത്തൊരു ബെഞ്ച് മാർക്കായിരിക്കും മാർക്കോ, ഉറപ്പുള്ളതാണ്. അതിൻ്റെ കുറച്ച് സീക്വൻസുകൾ ഞാൻ കണ്ടിരുന്നു. കണ്ടതൊക്കെ ഹെവി സീക്വൻസുകളാണ്. മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഹെവി സീക്വൻസുകൾ, ആക്ഷൻ ബ്ലോക്കുകൾ സിനിമയെ കൊണ്ട് വെച്ചിട്ടുണ്ടാണ്. ഉണ്ണി ബേസിക്കലി ആക്ഷൻ എന്ന് വെച്ചാൽ ഭ്രാന്തുള്ള ഒരുത്തരാണ്. എനിക്ക് അനുഭവം ഉള്ളതാണ്. കാരണം 3 ദിവസം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് 5 ദിവസം ഇടിച്ചു നൂത്താണ് മാളികപ്പുറത്തിൽ. അപ്പം മാർക്കോയിൽ ആ ഫ്രീഡം ഉണ്ണിക്ക് കിട്ടിയപ്പം എനിക്ക് തോന്നുന്നു 5 6 ഫൈവ് സീക്വൻസ് ഉണ്ട്. 5 ഫൈവ് സീക്വൻസ് ഉണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. ഈ മാളികപ്പുറത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരിക്കും ഒരു അയ്യപ്പൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ, ആൾക്കാർക്ക് ഒരു വിശ്വാസത. ഇത് ശരിക്കും തിരിച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ആണല്ലോ ഇതിനകത്ത്. അപ്പൊ ആൾക്കാരെ എങ്ങനെയാണ് ഇത് ആർട്ടിസ്റ്റിന്റെ കഴിവ് അതല്ലേ, എപ്പോഴും ക്യാരക്ടേഴ്സ് മാറി. ഇപ്പം മുകുന്ദയുടെ സുഹൃത്ത് വെച്ച് ചെയ്ത ലാലേട്ടൻ തന്നെയല്ലേ ദേവാസുരം ചെയ്തതും ചെങ്കോലി ചെയ്തത്. അപ്പം നമ്മളിതൊക്കെ അക്സെപ്റ്റ് ചെയ്തതല്ലേ. അത് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും മാറി മാറി ചെയ്യുമ്പോഴാണ് അയാളുടെ കരിയർ വളരുന്നത്. അപ്പം ഉണ്ണി ജീവിതകാലം മുഴുവൻ 2 കുട്ടികളോട് ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് കുറച്ച് വയലൻസ് ഒക്കെ കാണിക്കട്ടെ. അത് കഴിയുമ്പോൾ അടുത്ത സിനിമയായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു ഭക്തിപടം ഇനി ഉണ്ടാവോ. ഭക്തിപടം എന്നല്ല, ഇപ്പോൾ മാളികപ്പുറം ഭക്തിപടം എന്നൊരു ലേബലിൽ മാത്രം വെക്കണ്ട. മാളികപ്പുറം അതൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരു ഡിവൈൻ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമ തന്നെ ആയിരിക്കും. മാർക്കോടെ മേക്കിംഗ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രേക്ഷകർ ഒരു 100 കോടി ലഭിക്കാറുള്ള ഒരു പടം അല്ല. അത് ഈ കോടികളുടെ കണക്കിനേക്കാൾ ഉപരി അത് പ്രേക്ഷകർ സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു ഇപ്പം നമ്മൾ കില്ലെന്നൊരു സിനിമ നമ്മൾ മലയാളികളടക്കം തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതിൻ്റെ കാരണം അതിൻ്റെ മേക്കിംഗ് സൈഡ് അത്രയും ഗംഭീരമായിരുന്നു. അതേപോലെയാണ് മാർക്കോയും. അത് ഇവിടുത്തെ യൂത്ത് ഏറ്റെടുത്താൽ വൺ ഹിറ്റായിരിക്കും. അതൊന്നും പറയാനില്ല. ട്രെയിലറൊക്കെ നിങ്ങളും കണ്ടില്ലേ. ഇനി എൻ്റെ വായി തന്നെ കേൾക്കണമല്ലോ.